ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ എൻ്റെ ഒരു വീക്ക് കഴിഞ്ഞു എൻ്റെ വർക്കൗട്ട്. ഷുഗർ കട്ട്, പ്രോപ്പർ ഡയറ്റ് ഒന്നുമല്ല കേട്ടോ. ഷുഗർ കട്ട് ചെയ്തു മെയിനായിട്ട്. അതിൽ നിന്ന് തന്നെ 4 കിലോ ഞാൻ കുറഞ്ഞു. അപ്പം ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ എന്നെ കാണുമ്പോൾ അത്യാവശ്യം ഒരു തടി തോന്നിയിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ കൂട്ടി പഴയ പോലെ എൻ്റെ ജ്വാലയിനൊക്കെ വന്നു തുടങ്ങി. നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ബോഡി ഞാൻ കാട്ടിത്തരാം. അത്യാവശ്യം നല്ല രീതിക്ക് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. അതെന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗോള്, അതിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ കഴിക്കുന്ന കൂടുതലായിട്ട് പ്രോട്ടീൻ നന്നായിട്ട് എടുക്കും. അതുപോലെ തന്നെ എനിക്ക് വിശക്കും. അപ്പം ഞാൻ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും. സോ അങ്ങനെയാണ്. തടി കുറയുമ്പോൾ മെയിനായിട്ടും ബാധിക്കുക ഫേസിലേക്ക് തന്നെയാണ്. സോ ചിലർക്കത് ഫേസിലേക്ക് മാറ്റം വരും. പക്ഷേ എനിക്ക് ഫേസിലേക്ക് നല്ല മാറ്റം വരും. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ എല്ലൊക്കെ കണ്ടു തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡ് എടുത്തിരിക്കുന്നത് എഗ്സ്, അതുപോലെ എന്തെങ്കിലും വെജീസ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സോ കാര്യങ്ങളോ. ഞാൻ ഇന്നെടുത്തത് മാതള നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കുക. മെയിനായിട്ട് ഷുഗർ കട്ട് അത്ര തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ കഴിഞ്ഞോ, നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന്. ഹായ്, ഇപ്പം ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യണ ഒരു സൺസ്ക്രീൻ കാട്ടിത്തരാട്ടോ. ഞാൻ ഈ കാണുന്ന ഒരു സൺസ്ക്രീനാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെയാണ്. ഗ്രീൻ ടീസ് ആൻഡ് സിങ്ക് സൂപ്പർ മാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ്. നിങ്ങൾക്കിങ്ങനെ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ കണ്ടിട്ടില്ല, ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ലാക്മേയുടെ ഒക്കെ ചിലതൊക്കെ അങ്ങനെയുണ്ട്. അതിലും നല്ലത് ടിൻറ്റഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് പോകുന്നില്ല, അതിൻ്റെ മേലെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൺസ്ക്രീനായിട്ടേ കാണുന്നത്. പിന്നെ മഴക്കാലമാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയുക. അപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഇടുമ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ കാണുന്ന സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് ഇപ്പം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കും റേറ്റ് 425 രൂപയാണ്. പക്ഷേ ഇത് ഓൺലൈനിൽ 300 ഒക്കെ കിട്ടും. അങ്ങനെ അവൾക്ക് കൊണ്ടുവന്നതോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. സോ എനിക്ക് വേണ്ടിയിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതൊന്നും ഇപ്പം കഴിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇത് കഴിക്കുന്നില്ല. അപ്പോൾ അവൾക്ക് കൊടുത്തിട്ട് വരാം. അത് കൊടുത്തപ്പോൾ അവൾക്ക് ബോണ്ട വേണ്ടെന്ന് പറയണം. അവൾക്ക് ബോണ്ട ഇഷ്ടമല്ല എന്ന്. ചിലപ്പോൾ പറയും ബോണ്ട വേണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. പക്ഷെ മഴയും കാര്യങ്ങളും ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതെന്തായാലും ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം മഴയല്ലേ. അപ്പം ഞാനിങ്ങനെ പുറത്തേക്കൊന്നും ഫോൺ എടുക്കത്തില്ല അങ്ങനെ. അപ്പോൾ അതായത് വീഡിയോ ചെയ്യാനൊന്നും. സോ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ മെയിൻ കാര്യം. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.